രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഉയർന്നു വന്ന ഏറ്റവും വലിയ സമരങ്ങളിലൊന്ന് PSC നിയമനവുമായി ബന്ധപ്പെട്ട സമരമാണ്. മുട്ടിലൊഴിഞ്ഞും മണ്ണുവാരി തിന്നും സെക്രട്ടേറിയറ്റിന് മുൻപിൽ നിരവധി സമരമുറകളായിരുന്നു സാധാരണ ജീവിതം നയിക്കുന്ന യുവാക്കളുടെ സമരം. പ്രതിഷേധങ്ങൾ നിരവധി അലയടിച്ചു. PSC നിയമനത്തിൽ വലിയ അഴിമതി ആരോപണങ്ങൾ ഉയർന്നു. അത്തരത്തിൽ കേരളത്തിലെ ജനതയുടെ തൊഴിലിനെ ബാധിക്കുന്ന തരത്തിലേക്കുള്ള നിരവധി ആരോപണങ്ങളായിരുന്നു രണ്ടാം പിണറായി സർക്കാരിനെതിരായി ഉയർന്നു വന്നത്. എന്നാൽ കേരളത്തിൽ തൊഴിലില്ലായ്മ ഇല്ല എന്ന വാദമാണ് സർക്കാർ ഇപ്പോൾ ഉയർത്തുന്നത്. കേരളത്തിലെ പുത്തൻ തലമുറയ്ക്ക് കേരളത്തിൽ ജീവിക്കുവാൻ കഴിയുന്ന തരത്തിലേക്കുള്ളൊരു സ്ഥിതി നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് എന്ന വാദം അവർ ശക്തമായ രീതിയിൽ തന്നെ ഉയർത്തുന്നു. വിദ്യാഭ്യാസ മേഖലയിലുള്ള വളർച്ച ഒക്കെ കാര്യമായ രീതിയിൽ പറയുമ്പോഴും കേരളത്തിൽ തൊഴിലവസരമില്ലാത്തതുകൊണ്ട് കേരളം വിട്ട് പുറത്തേക്ക് പോകുന്ന ചെറുപ്പക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നു എന്ന മറുവാദം കൂടി PSC നിയമനത്തിലെ അഴിമതിയോടൊപ്പം പ്രതിപക്ഷം സഭയ്ക്കുള്ളിൽ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ചെറുപ്പക്കാരെ പരിഗണിക്കുന്നില്ല എന്ന ശക്തമായ വാദം ഈ രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളിലൂടെ ഊട്ടിയുറപ്പിക്കുകയാണ്. യുവാക്കൾക്ക് കേരളത്തോട് വല്ലാത്ത എതിർപ്പാണ്. കേരളത്തിൽ നിൽക്കാൻ അവർക്ക് താല്പര്യമില്ല. ഇവിടുത്തെ സാഹചര്യങ്ങൾ ഒരു ചെറുപ്പക്കാരന് ജീവിതം മുൻപോട്ട് നയിക്കുവാൻ കഴിയുന്ന തരത്തിലേക്കുള്ളതല്ല. അടിസ്ഥാന വേതനം ഒരു സാധാരണക്കാരന് ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലേക്കുള്ളതല്ല. ഇവിടുത്തെ തൊഴിലിടങ്ങൾ ഒരു ചെറുപ്പക്കാരന് ജോലി ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്കുള്ള പരിസ്ഥിതി അല്ല കേരളത്തിലുള്ളത്. അങ്ങനെ പല കാരണങ്ങളാണ് കേരളം വിട്ട് പുറത്തേക്ക് പോകുന്ന, രാജ്യം വിട്ട് പുറത്തേക്ക് പോകുന്ന ചെറുപ്പക്കാർക്ക് പറയാനുള്ളത്. ആ സാഹചര്യത്തിലാണ് കേരളത്തിൽ തൊഴിലില്ലായ്മ ഇല്ല എന്ന ഒരു വാദം CPM ഉയർത്തുന്നത്. 20 ലക്ഷം പേർക്ക് തൊഴിൽ നൽകുമെന്ന CPM സംസ്ഥാന സമ്മേളനത്തിലെ പ്രഖ്യാപനം 2021 മുതൽ സർക്കാർ ആവർത്തിക്കുകയാണ്. ഇതിനകം 10 ലക്ഷം പേർക്ക് തൊഴിൽ നൽകി കഴിഞ്ഞു എന്നാണ് അവകാശവാദമെങ്കിലും കേരളത്തിൽ തൊഴിലില്ലാപ്പട പെരുകുക തന്നെയാണ്. കേന്ദ്ര കണക്കനുസരിച്ച് സംസ്ഥാനങ്ങളിൽ ഗോവ കഴിഞ്ഞാൽ ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മ നിരക്ക് കേരളത്തിലാണ്. 15 മുതൽ 29 വയസ്സ് വരെയുള്ളവർക്കിടയിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ നിരക്കുള്ള സംസ്ഥാനവും കേരളമാണ്. 2021 നവംബറിൽ സർക്കാർ തൊഴിലില്ലായ്മ നേരിടാൻ മഹാദൗത്യം പ്രഖ്യാപിച്ചിരുന്നു. 5 വർഷം കൊണ്ട് 20 ലക്ഷം തൊഴിൽ എന്നതായിരുന്നു അന്നത്തെ പ്രഖ്യാപനം. ഇതിൻ്റെ ആദ്യപടിയായി കേരള ഡെവലപ്മെൻറ്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിലിൻ്റെ കേരള നോളജ് എക്കണോമിക്ഷൻ തയ്യാറാക്കിയ പദ്ധതി രേഖ മന്ത്രിസഭായോഗം അംഗീകരിക്കുകയും ചെയ്തിരുന്നു. അഭ്യസ്തവിദ്യരായ തൊഴിലാളി രഹിതർക്ക് പിന്തുണ നൽകുന്നതിനോടൊപ്പം മനുഷ്യവിഭവശേഷി പരമാവധി ഉപയോഗപ്പെടുത്താനാവുന്ന തരത്തിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം. ഇതിനായി തൊഴിൽദായകരെയും തൊഴിലന്വേഷകരെയും പരിശീലകരെയും പൊതു സംവിധാനമായ ഡിജിറ്റൽ വർക്ക് ഫോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റത്തിലൂടെ ഏകോപിപ്പിക്കുവാനും തീരുമാനിച്ചിരുന്നതാണ്. ലോകമെങ്ങുമുള്ള തൊഴിൽ കയ്യെത്തിപ്പിടിക്കാൻ 247 രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ ഫ്രീലാൻസ് മാർക്കറ്റ് ശൃംഖലയായ freelancer.com, വിദേശ രാജ്യങ്ങളിലടക്കം പ്രവർത്തനമുള്ള റിക്രൂട്ട്മെന്റ് പോർട്ടൽ മോൺസ്റ്റർ എന്നിവയുമായി കൈകോർക്കും. ലോകമാകെ 40,000 തൊഴിൽദാതാക്കളുടെ 3 ലക്ഷത്തിലേറെ തൊഴിൽ അവസരങ്ങൾ freelancer.com അവതരിപ്പിക്കുന്നുണ്ട്. തൊഴിൽ ഉറപ്പാക്കാൻ മാത്രമല്ല, പുതിയ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് തൊഴിൽ മേഖലയിൽ ചലനമുണ്ടാക്കാനുള്ള നൈപുണ്യം നേടിയ യുവസമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുക എന്ന ദൗത്യവും സർക്കാർ ഏറ്റെടുക്കുന്നുണ്ട്. ഇതിനായി ഉന്നത വിദ്യാഭ്യാസ ഗവേഷണ മേഖലയുടെ സമൂല പരിഷ്കരണത്തിനായി 3 സമിതികളെ നിയോഗിച്ചിട്ടുണ്ട്. വ്യവസായ മേഖലയിലൂടെ ആവശ്യത്തിനനുസരിച്ചുള്ള വിദ്യാഭ്യാസ പരിശീലനം ലഭ്യമാക്കും. തിരിച്ചെത്തിയ പ്രവാസികൾക്കും അധ്യാപകർക്കും വിദഗ്ധ പരിശീലനം നൽകും. വീട്ടിലിരുന്ന ജോലി, വീടിനടുത്ത് ജോലി എന്നിവ പ്രോത്സാഹിപ്പിക്കും. 30,000 രൂപയെങ്കിലും വരുമാനമുള്ള ജോലികളായിരിക്കും ലക്ഷ്യം. പക്ഷേ ഇതൊക്കെ പ്രഖ്യാപനങ്ങൾക്കും അപ്പുറം പ്രാവർത്തികമായില്ലെന്നാണ് കേരളത്തിലെ ഉയർന്ന തൊഴിലില്ലായ്മ നിരക്ക് ചൂണ്ടിക്കാണിക്കുന്നത്. 40 ലക്ഷം തൊഴിൽ രഹിതരായ അഭ്യസ്ത വിദ്യർ കേരളത്തിലുണ്ടെന്നും 16 ലക്ഷം പേർ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്ട്രേഷൻ എടുത്ത് ജോലി കാത്തിരിക്കുകയാണെന്നുമാണ് കണക്ക്. ഈ സർക്കാർ കാലാവധി പൂർത്തിയാക്കും മുമ്പ് സംസ്ഥാനത്ത് 10 ലക്ഷം പേർക്ക് കൂടി തൊഴിൽ അവസരങ്ങൾ ഉറപ്പാക്കുമെന്നാണ് CPM സംസ്ഥാന സമ്മേളനത്തിലെ പ്രഖ്യാപനം. 3,30,000 കോടിയുടെ പുതിയ സംരംഭക പ്രവർത്തനങ്ങളിലൂടെ 20 ലക്ഷം പേർക്ക് തൊഴിൽ എന്നതായിരുന്നു രണ്ടാം പിണറായി സർക്കാരിൻ്റെ ലക്ഷ്യം. ഇതിൽ 10 ലക്ഷം പേർക്ക് തൊഴിൽ കിട്ടുവാനുള്ള സംവിധാനങ്ങളായെന്നും പാർട്ടി അവകാശപ്പെടുന്നു. സംരംഭക പ്രവർത്തനങ്ങളിലൂടെയും വ്യാവസായിക ശൃംഖലകളിലൂടെയും അഭ്യസ്ത വിദ്യരായ 20 ലക്ഷം പേർക്ക് തൊഴിൽ നൽകുകയാണ്
ലക്ഷ്യമെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിശദീകരിച്ചു. കേരളത്തിൻ്റെ IT മേഖല കൂടുതൽ ശക്തിപ്പെടുത്തും. 10 ലക്ഷം പേർക്ക് തൊഴിൽ ലഭിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കും. 1.25 വർഷം കൊണ്ട് അതിതീവ്ര ശ്രമത്തിലൂടെ 10 ലക്ഷം യുവാക്കൾക്ക് കൂടി തൊഴിൽ ലഭ്യമാക്കും. 1.52 ലക്ഷം കോടിയുടെ പുതിയ നിക്ഷേപക വാഗ്ദാനങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. അവയെല്ലാം നടപ്പാക്കുവാനുള്ള നടപടികളും തുടങ്ങിക്കഴിഞ്ഞു. വിഴിഞ്ഞം തുറമുഖം, കൊച്ചി കോയമ്പത്തൂർ ഇടനാഴി, IT രംഗത്തെ മുന്നേറ്റം, സംരംഭങ്ങൾ എന്നിവയെല്ലാം വലിയ മാറ്റമുണ്ടാക്കും. 7.5 ലക്ഷം പേർക്ക് തൊഴിൽ നൽകുന്ന 3.30 ലക്ഷം സംരംഭങ്ങൾ തുടങ്ങിയെന്നും CPM അവകാശപ്പെടുന്നു. അങ്ങനെ നിരവധി വാഗ്ദാനങ്ങളാണ് CPM നൽകുന്നത്. ഇതിനു മുമ്പും ഇതുപോലുള്ള വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു. പക്ഷേ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന കണക്കാണ് തൊഴിലില്ലായ്മയിലൂടെ പുറത്തു വരുന്നത്. എന്തായാലും കേരളത്തിൻ്റെ തൊഴിലില്ലായ്മ വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ 10 വർഷമായി കേരളം ഭരിക്കുന്ന ഇടതുപക്ഷത്തിനെ ഇനിയും വിശ്വസിക്കണോ എന്ന ചോദ്യത്തിനും പ്രസക്തി ഏറെയാണ്.